കഷ്ടമുണ്ട്. സീതയുടെ അവസ്ഥ കണ്ടിട്ട് പാവം തോന്നുന്നു. പാവയെ കാണഞ്ഞിട്ട് വിഷമിക്കാണ് അവള്. അതെയോ, എനിക്കും പാവം തോന്നി വിശ്വ. ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട അമ്മ പാതി ചത്ത പോലെയാ. അവളുടെ കയ്യിൽ നിന്ന് ആ പാവയെ തിരിച്ചു വാങ്ങിച്ചത് അവള് പ്രാക്ടിക്കലാകാൻ വേണ്ടിയാ. പക്ഷേ അവളുടെ ഭ്രാന്ത് ഇത്രയധികം തീക്ഷ്ണമാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല വിശ്വ. നിങ്ങൾ കാരണം ഇങ്ങനെയൊക്കെ ആയത്. പക്ഷെ ഭാർഗു, ഏതെങ്കിലും നല്ല ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നല്ല ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ സീതയ്ക്കെല്ലാം ഭേദമാകില്ലേ? അതെ വിശ്വ, അതൊരു പോയിന്റാ. അവിടെ നല്ലൊരു ഡോക്ടറെ കാണിക്കാം, നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാം. ഉറപ്പായിട്ട് അവൾക്ക് ഭേദമാകും. നല്ലൊരു ഡോക്ടറെ കാണിക്കണം, അതായിരിക്കും നല്ലത്. കാണിക്ക്, അവളെ നല്ല ഡോക്ടറെ തന്നെ കാണിക്ക്. പക്ഷേ ഡോക്ടർ നല്ലവനാണോ ചീത്തയാണോ എന്നൊക്കെ ഈ ഭാർഗവി അങ്ങ് തീരുമാനിക്കും. ഇത്രയും കാലം ഡിസൈഡ് ചെയ്തതെല്ലാം സംഭവിച്ചത് ഈ ഭാർഗവി കാരണാണല്ലോ. ഇതിലും അതെ, വെൻ ഭാർഗവി ഹിയർ don't when Bhargavi is here, always fear. ഈ ഭട്ടി ബംഗാരമ്മ ആന്റി എന്തായിരിക്കും ഹോസ്പിറ്റലിൽ ചെയ്തത്? ഇവരെങ്ങനെ ഇത്ര ദുഷ്ടയായി പോയത്? അങ്ങോട്ട് എണ്ണ, എത്ര പണം ഉണ്ടെന്ന് നോക്ക്. ഇനി എത്ര രൂപ കൂടെ വേണമെന്ന് നോക്ക്. കൈ നിറയെ മണി മണി, ജോളി, കംപ്ലീറ്റ് ജോളി. എല്ലാം കൂട്ടിച്ചേർത്ത് 3 ലക്ഷം ആയി കഴിഞ്ഞാ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരുവല്ലേ? സ്വപ്നം കാണുന്നത് നിർത്തി പൈസ ഉണ്ട് മോളെ. 1 2 3. Hey Subi, what happened to? Why are you വെറുതെ sitting? ഒന്നുമില്ല ജാക്കി ചേട്ടാ. എന്തു പറ്റി? Tell Subi. നീ ഇങ്ങനെ ഒന്നും ഇരിക്കാറില്ലല്ലോ, എന്തു പറ്റി? ഇങ്ങനെ ഇരിക്കുന്നേ? പറ സുബി, ഇങ്ങനെ ചെയ്യുന്നതിനെ അറ്റൻഷൻ സീക്കിംഗ് എന്നാ പറയാ. എല്ലാരും നമ്മളെ നോക്കാനും സംസാരിക്കാനും ഒക്കെ ചെയ്യുന്ന ഗിമ്മിക്കാ. സുബി, അവനെ വിട്. യു ടെല്ലു വാട്ട് ഹാപ്പൻഡ്? ഇതി ചേച്ചി അവരുടെ മോളുടെ കൂടെ എടുത്ത ഫോട്ടോയാ. അവരെന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞപ്പോ എന്ത് സന്തോഷായെന്നറിയോ? എന്റെ അമ്മയും എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാ സുബി നീ വെറുതെ ഇല്ലാത്ത ഒരു അമ്മയെ ആലോചിച്ച് ഇങ്ങനെ വിഷമിക്കുന്നത്? നോക്ക്, നമുക്ക് ആരുമില്ല, നമുക്ക് നമ്മളേ ഉള്ളൂ. നീ വിഷമിക്കാതെ. ഓ, നീ എല്ലാ കാര്യത്തിനും ഇമോഷണൽ ആയാലും എങ്ങനെയാ? സ്ട്രോങ്, വെരി സ്ട്രോങ്. എനിക്ക് സ്ട്രോങ് ആയിട്ട് തോന്നുന്നുണ്ട് എന്റെ അമ്മ ഇവരാണെന്ന്.
ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ അമ്മ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ഇതേപോലെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമായിരുന്നു. അതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. നീ പറഞ്ഞ കാര്യം ആദ്യം ചെയ്യില്ല. ഇവിടെ വന്ന ആ പൈസ ഒന്ന് എണ്ണ റാണി. നീ പോടാ. സുബ്ബി, നീ എന്തിനാ വിഷമിക്കുന്നെ? നീ എപ്പോഴും പറയാറുണ്ടായിരുന്നല്ലോ, നിന്റെ അമ്മയുണ്ടെങ്കിൽ നീ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ. പിന്നെ ഫോട്ടോ എടുക്കുന്നതൊക്കെ ഒരു വലിയ കാര്യമാണോ? നീ പറയുന്നത് പോലെ നിന്റെ അച്ഛനും അമ്മയ്ക്ക് നിന്നെ അന്വേഷിച്ചു വരുമല്ലോ. അപ്പൊ ഇതുപോലൊരു ഫോട്ടോ എടുത്താ പോരെ? സുബി, സ്മൈൽ ഡാ. ഏയ് സുബി, ഒന്ന് ചിരിക്കേ. നീ ഇങ്ങനെ ഇരിക്കല്ലേ മോളെ. നീ ഇങ്ങനെ ഇരുന്നാ ഈ വീട് ശോകമാകും. സ്മൈൽ സുബി, ഒന്ന് ചിരിക്ക്. സ്മൈൽ ഡാ സുബി, ചിരിക്ക്. ചിരിക്കാന്ന് പറഞ്ഞു. ഏയ് സുബി ചിരിച്ചു. ഹേ കള്ളി, ചിരിക്കുവാണോ? ആദ്യം ഈ ബോളൊന്ന് പിടിക്കേ, എന്നിട്ട് ചിരിച്ചോ. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ, ബോള് പിടിച്ചോ. സീതമ്മയുടെ ചക്കര മോള് സീതമ്മ, എനിക്ക് ബോൾ കിട്ടുന്നില്ല. ഗുഡ് ഗേൾ. ഗുഡ് ഗേൾ. സീതമ്മ, എനിക്ക് ബോൾ പിടിക്കാൻ പറ്റുന്നില്ല. കണ്ടോ, ഞാൻ ഒന്നുപോലും വിട്ടില്ല. ദാ പിടിച്ചോ. ശരിക്ക് പിടിക്ക്. അച്ഛാ, നിങ്ങളെങ്കിലും പറ, എനിക്ക് എന്താ ബോൾ കിട്ടാത്തതെന്ന്. അച്ഛാ, എനിക്ക് എന്താ ഒന്നും തൊടാൻ കഴിയാത്തെ? ഇതാ 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 ബോള് പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. അതും വിട്ടോ. എടി കള്ളി, നീ ഇതെങ്ങോട്ടാ? നിക്ക് 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 അവിടെ. സീതമ്മ, ബെല്ലി ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അവൾ എങ്ങോട്ട് പോയിട്ടില്ല. വേണമെങ്കിൽ ഞാൻ ഓടാം, നീ പിടിക്ക്. ഇനിയിപ്പൊ അങ്ങോട്ടാണോ കാണിച്ചു തരാൻ? സീതമ്മ, ഞാൻ ഇവിടെയുണ്ട്. സിഹി, അവിടെ നിൽക്ക് സിഹി. അവിടെ ആരുമില്ല. ഞാൻ ഇവിടെ ഉള്ളത്, എന്നെ പിടിക്ക്. നിന്നെ ഞാനിന്ന് കാണിച്ചു തരാം സിഹി. സീതമ്മ, ഞാൻ ഇവിടെ ഉള്ളത്. സീത, ഇതൊക്കെ എന്താണ്? നീ നിന്റെ ഇമാജിനേഷനിൽ ഹാപ്പിയാണെന്ന് കരുതി നിന്നെ ഇതുപോലെ തന്നെ അങ്ങ് വിടണോ? അതോ സത്യം മനസ്സിലാക്കി തരണോ? എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. കണ്ടില്ലേ മോളെ, നീ ഇല്ലാതെ നിന്റെ അച്ഛനും അമ്മയും ഇവിടെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്. കണ്ടോ, നിങ്ങളുടെ മോൾ അടങ്ങി നിൽക്കുന്നതേ ഇല്ല. കുറെ നേരമായിട്ട് വികൃതി കളിച്ചോണ്ടേ ഇരിക്കാം. അയ്യോ സീത, ഓൾറെഡി ഇപ്പൊ തന്നെ സമയം ഒരുപാട് വൈകി. നീ ഇത്രയും നേരം സിഹിയുടെ കളിച്ചോണ്ടിരുന്നു കഴിഞ്ഞാ നിനക്കും ക്ഷീണമാവും, പിന്നെ പതിയെ പതിയെ അവൾക്കും ക്ഷീണമാവില്ലേ? പോയി ഉറങ്ങണ്ടേ? അതെ, കണ്ടോ പിന്നെയും പുറത്തേക്ക് പോയി അവള്. സിഹി, ഹേ കള്ളി, പിന്നെ ഇവിടെ തന്നെ വന്നിരുന്നോ? ബാ, ഉറങ്ങാൻ നോക്കാം. വാ മോളെ, നിനക്ക് ഇന്ന് ഞാൻ പുതിയൊരു കഥ പറഞ്ഞുതരാം. ബാ. എന്നെ ആർക്കും ഉറക്കവും വേണ്ട, കഥ പറഞ്ഞു തരുകയും വേണ്ട. ആ പാവക്കുട്ടിക്ക് കഥ പറഞ്ഞ് ഉറക്കണം അത്രേ. മോൾ ഉറങ്ങിക്കോ. പണ്ടൊരിടത്ത് സീതമ്മ, എനിക്കും കഥ പറഞ്ഞുതരൂ പ്ലീസ്. ഒരു രാജകുമാരി ഉണ്ടായിരുന്നു.
എന്ത് അവസ്ഥയാണ് ദൈവമേ ഇതൊക്കെ. വൈ മൈ സീത? ജീവിതത്തിൽ സ്നേഹവും സന്തോഷവും എല്ലാം തന്നു ഒറ്റയടിക്ക് അതെല്ലാം തിരിച്ചു കൊണ്ടുപോയില്ലേ? എന്തിനാ എന്തിനാ എന്തിനാ? വേണ്ടപ്പോ, നീ കരയല്ലടാ. നിന്റെ ഈ വിഷമം എനിക്ക് മനസ്സിലാവൂ അപ്പു. നിന്റെ കണ്ണീരെല്ലാം നിന്റെ മനസ്സിൽ തന്നെ ഒളിപ്പിച്ചു വെച്ച്, സങ്കടങ്ങളൊക്കെ നിന്റെ ഉള്ളിൽ തന്നെ നീ പിടിച്ചു വെച്ച്, നീ ഇന്ന് ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്കറിയില്ല ദൈവം എന്തിനാ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് മേമ. കുഞ്ഞായിരുന്നപ്പോ എനിക്ക് എന്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു. ഇപ്പൊ എന്റെ മകളെ എനിക്ക് നഷ്ടപ്പെട്ടു. എന്റെ സീത ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഇല്ലാത്തതുപോലെ ഇല്ലാത്തൊരു ലോകത്ത് അവള് ജീവിക്കുന്നത് മേമ. എനിക്ക് സീത ഇങ്ങനെ കണ്ടിട്ട് സഹിക്കുന്നില്ല മേമ. ഐ കാണ്ട്. എനിക്ക് സഹിക്കാനാവില്ല പൂ. നീ ഇങ്ങനെ പ്രയാസപ്പെടുന്നത് കാണുമ്പോ, എല്ലാ സങ്കടം ഉള്ളിൽ ഒതുക്കി നിൽക്കുന്നത് കാണുമ്പോ എനിക്ക് കഴിയുന്നില്ല പൂ. പക്ഷേ എന്തിനാ മേമ സീത അങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുമെന്ന് അറിഞ്ഞു വെച്ചിട്ടും ആ പാവ എടുത്ത് മാറ്റി വെച്ചത്? അല്ല മേമ എന്താ അങ്ങനെ ചെയ്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സീതയ്ക്ക് വേണ്ടിയാ പൂ, നമ്മുടെ സീതയ്ക്ക് വേണ്ടിയാ. ഇനി എത്ര ദിവസം നിങ്ങൾ ആ സത്യമൊക്കെ അവളുടെ അടുത്തുനിന്ന് മറച്ചു വെക്കും? അവള് ആ പാവയെ സിഹിയാണെന്ന് കരുതി ആ അവസ്ഥയിൽ അവള് ജീവിക്കുന്നത് അപ്പൂ. ഇനിയും അത് എത്ര കാലമെന്ന് വെച്ചാ? ഇങ്ങനെ തുടർന്ന് നമ്മുടെ സീത ഒരു ഭ്രാന്തിയായി തീരും അപ്പോ. പ്ലീസ്. എനിക്കറിയാടാ, എന്റെ വാക്കുകൾ നിന്നെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് അറിയാം എനിക്ക്. എന്നാ അതാണ് സത്യം അപ്പൂ. എന്റെ മരുമകൾക്ക് അങ്ങനെ സംഭവിക്കരുതടാ. അത് എനിക്കും ഇഷ്ടമല്ലടാ. നോക്ക്, സീതയോട് എല്ലാ സത്യങ്ങളും ഇപ്പൊ തുറന്നു പറയാൻ പറ്റില്ലെന്ന് എനിക്ക് അറിയാടാ. പക്ഷെ അവളോട് നമുക്ക് സത്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറയണ്ടേടാ അപ്പൂ. ഇനിയും എത്ര കാലം നമ്മൾ അവളെങ്ങനെ നിർത്തൂടാ? തെറ്റാടാ അപ്പൂ. നമ്മൾ എല്ലാവരും കൂടി ഈ ചെയ്യുന്നതൊക്കെ തെറ്റാ. അതെല്ലാം വിട്. ഈ കാര്യങ്ങളൊക്കെ പുറത്താരെങ്കിലും ഒക്കെ അറിഞ്ഞ ജനങ്ങൾ ആളുകളെ വെച്ച് ഓരോ അർത്ഥത്തിൽ സംസാരിക്കും. പിന്നെ മീഡിയ, അവരുടെ കാര്യം നിനക്ക് നന്നായിട്ട് അറിയില്ലേ അപ്പോ. പക്ഷെ അതൊക്കെ വിട്. ജനങ്ങൾ അവർക്ക് പറയാനുള്ളത് പറഞ്ഞോട്ടെ അപ്പോ. ഐ ഡോണ്ട് കെയർ. പക്ഷെ നമ്മുടെ സീതയുടെ ആരോഗ്യത്തിന്റെ അവസ്ഥ എന്താ? നിങ്ങൾ പറയുന്നതൊക്കെ സത്യമാണ് മേമ. പക്ഷെ ഇപ്പോഴുള്ള ഈ അവസ്ഥയില് നമ്മൾ പറയുന്നതൊന്നും അക്സെപ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷനിലേ അല്ല അവള്. ശരിയാണ്, സീത പാവ സിഹിയാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നമുക്കതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസം ഉണ്ടാവും, എനിക്കറിയാം. പക്ഷെ സീതയ്ക്ക് അതുകൊണ്ട് സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ മേമ. എന്തിനാണ് രാമ അവളെ എത്ര കാലം ഈ സാങ്കല്പിക ലോകത്തിരുത്തി സന്തോഷിപ്പിക്കാൻ പറ്റും നമുക്ക്? ഇത് ഇതുപോലെ മുന്നോട്ട് പോയാ അവളുടെ ജീവന് തന്നെ ആപത്താ. പറ്റുന്നത്ര വേഗത്തിൽ നമുക്ക് അവളെ ആ സാങ്കല്പിക ലോകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരണം. അതിനൊരു മാർഗം മാത്രമേ ഉള്ളൂ. ഒരു ഡോക്ടറുടെ സഹായം വേണം. എനിക്കറിയാം മുത്തശ്ശ, ഇതൊന്നും ഞാൻ ആലോചിക്കാതെ ഇരിക്കും തോന്നുന്നുണ്ടോ? ഏതൊക്കെ ബെസ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ടോ അവരെ എല്ലാം കോണ്ടാക്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇൻഫാക്ട് അശോകും അന്വേഷിക്കുന്നുണ്ട്. സീതയെ ഞാൻ നോർമലാക്കി തിരിച്ചു തരും മുത്തശ്ശ. പക്ഷെ അതുവരെ സീതയുടെ സമാധാനം കളയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഡോക്ടർ എന്നോട് അതാ പറഞ്ഞത്. അവള് കുറച്ച് സ്ട്രോങ് ആവണം. അപ്പൊ ഉറപ്പായും ഈ ഫാക്ട് അവളോട് പറഞ്ഞു കൊടുക്കാം. പക്ഷെ അത്രയും കാലം നിങ്ങൾ ആ പാവയുടെ കാര്യത്തിൽ ഇടപെടരുത് പ്ലീസ്. നേരത്തെ ഞാൻ ആ ദേഷ്യത്തിൽ എന്തോ ഹാർഷായിട്ടൊക്കെ സംസാരിച്ചു. അത് കാരണം എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഐ എം റിയലി സോറി മേമ. സോറി. ഇത് കണ്ടു വച്ച
എത്ര പറഞ്ഞിട്ട് അവനൊന്നും മനസ്സിലാവാത്ത പോലെ ഇങ്ങനെ. നമ്മുടെ സീതയുടെ നല്ലതിന് വേണ്ടിയല്ല പറയുന്നത്. ഭാർഗവി, അവന്റെ വിഷമം നമ്മുടെ വിഷമത്തേക്കാ വലുതാ. ഇങ്ങനെ ഒരു സമയത്ത് അവനോട് നമ്മൾ പറയുന്നത് അനുസരിക്കാൻ വാശി പിടിക്കുന്നതിനേക്കാൾ നമ്മൾ അവനെ മനസ്സിലാക്കുന്നതല്ലേ മോളെ നല്ലത്. ഈശ്വരനില്ലേ, എല്ലാം അവൻ നോക്കിക്കോളും. അവനെ മനസ്സിലാക്കണോ? ഈ ഭാർഗവി ആരാണെന്ന് എല്ലാവർക്കും ഞാൻ മനസ്സിലാക്കി തരാം. സീതമ്മ എപ്പോഴും എനിക്ക് പാട്ട് പാടിത്തന്ന് കഥ പറഞ്ഞ് ഉറക്കുമായിരുന്നു. സീതമ്മ പാട്ട് പാടുന്നുണ്ട്, എന്നിട്ടും എനിക്ക് ഉറക്കം വരാത്തത് എന്താ? അച്ഛാ, അവളിപ്പോ ഉറങ്ങിയതേ ഉള്ളൂ, ഒച്ച ഉണ്ടാക്കില്ലേ. അവൾ ചിലപ്പോ ഉണരും. നിങ്ങളും കിടന്നോ, നാളെ സംസാരിക്കാം. റാം, സീക്കൊരു പുതിയ പുതപ്പ് വാങ്ങിയിരുന്നില്ലേ, അതെന്തേ? അവൾക്ക് തണുക്കുന്നുണ്ട്, അതുണ്ടെങ്കിൽ അവള് സുഖമായിട്ട് ഉറങ്ങിയേനെ. എനിക്കതൊന്നും തണുക്കുന്നില്ലല്ലോ. ശരി, എടുത്തു വരാം. റാം, ഇങ്ങനെ മുഴുവനായിട്ട് മൂടിയാ അവൾക്ക് ശ്വാസം മുട്ടില്ലേ? എന്താ നിങ്ങൾ ഇങ്ങനെ? സോറി സീത. ഇറ്റ്സ് ഓക്കെ. എടി ബെല്ലി, ഇത് ചതിയാ. സീതമ്മ എനിക്ക് തരേണ്ട സ്നേഹം മുഴുവൻ നീ തട്ടിയെടുക്കുവാണല്ലേ. ഞാനാ സീതമ്മയുടെ അടുത്ത് കിടക്കേണ്ടത്. മാറ്. ആ, ഇതെന്താ? ഞാൻ വീണതാ, പക്ഷേ എനിക്കൊന്നും പറ്റിയില്ല. ഇതെന്താ മാജിക്കാ? നിനക്കെല്ലാം എപ്പോൾ ഭേദമാവും സീത? എനിക്ക് നിന്നിങ്ങനെ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഇതേപോലെ ഒരു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇതേപോലെ രാത്രി എന്നെ കെട്ടിപ്പിടിച്ചു കിടന്ന് ഉറങ്ങും.
കണ്ടോ, നിങ്ങളുടെ മകള് നല്ല ഉറക്കത്തില്. ഇല്ല സീതമ്മ, എനിക്ക് ഉറക്കം വരുന്നേ ഇല്ല. ഞാൻ ഇവിടെ തന്നെയുണ്ട്. ശരി, സാരമില്ല. നിങ്ങളായിട്ട് എന്നെ കിടക്കാൻ വിളിക്കുന്നില്ല. ഞാൻ തന്നെ നിങ്ങളുടെ അടുത്ത് വന്ന് കിടന്നോളാം. ഹായ്, എനിക്ക് നിങ്ങളുടെ അടുത്ത് വന്ന് ഇരിക്കാൻ പറ്റിയേ. സീത, നീ കിടന്ന് ഉറങ്ങാൻ നോക്ക. നിനക്ക് റെസ്റ്റ് വേണ്ടേ? റാം, എപ്പോഴും റെസ്റ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തിനാ? എനിക്കെന്താ കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. അതല്ല, നിനക്ക് ആക്സിഡന്റ് ആയതല്ലേ, അപ്പോ തലയ്ക്ക് ശക്തമായ അടി കിട്ടിയിരുന്നു. സോ കുറച്ച് കെയർഫുൾ ആവുന്നത് നല്ലതല്ലേ? കെയർ ചെയ്യാൻ ഇവിടെ നിങ്ങളുള്ളപ്പോ ഞാനെന്തിനാ പേടിക്കുന്നേ? നിങ്ങൾ നന്നായിട്ട് ഉറങ്ങാൻ നോക്ക്, അല്ലെങ്കിൽ നേരം വെളുക്കുമ്പോ നിങ്ങളുടെ കണ്ണ് ചുവന്നിരിക്കും. കിടന്നോളൂ. സീതമ്മ, എന്നെയും തട്ടി ഉറക്കി തരൂ. ഹലോ, എന്നോടൊന്ന് സംസാരിക്കേ. ഞാൻ കുറെ നേരമായിട്ട് ഇവിടെ തന്നെ ഇരിക്കുമല്ലേ.